നീ സക്കാത്തുമായി ബന്ധപ്പെട്ട് സക്കാത്ത് ഇവിടെ പറഞ്ഞ ഒരു ഇബാദത്താണ് എന്ന്, അങ്ങനെയുള്ള ഒരു ആരാധനാ കർമ്മത്തിന് അടിസ്ഥാനമായ ചില ഘടകങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ സക്കാത്ത് എന്ന റുക്കിന് നിലവിൽ വരികയും പൂർണ്ണമായ തോതിൽ ഉണ്ടാവുകയും ചെയ്യാം. അതിന് നമ്മൾ അർക്കാനു സക്കാത്ത് എന്ന് പറയും. സക്കാത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അതിലൊന്ന് അൽ മുസക്കി, സക്കാത്ത് നൽകുന്ന വ്യക്തി. മറ്റൊന്ന് അൽ മുസക്ക ലഹു, സക്കാത്തിന് അർഹരായ, സക്കാത്ത് വിതരണം ചെയ്യേണ്ട ഏത് വകുപ്പുകളാണ് ആ വകുപ്പുകൾ. മൂന്നാമത്തത് അൽ മാലുൽ മുസക്ക, ഏതെല്ലാം ഇനങ്ങൾ സമ്പത്താണ് സക്കാത്ത് കൊടുക്കേണ്ട സമ്പത്തിൻ്റെ ഇനങ്ങൾ. ഇത് മൂന്നെണ്ണമാണ് സക്കാത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ളത്. ഓരോന്നിനും അതിൻ്റേതായ നിബന്ധനകളുണ്ട്. അത് സക്കാത്ത് നൽകാൻ ആരാണ് സക്കാത്ത് നൽകേണ്ടത്? അതാണ് ഒന്നാമത്തെ ഘടകം. സക്കാത്ത് ദായകൻ ആരാണ് നൽകേണ്ടത്? അയാൾക്ക് ചില അടിസ്ഥാന നിബന്ധനകൾ പൂർത്തിയാകണം. ഒന്ന്, അദ്ദേഹം പൂർണ്ണ ഉടമാവകാശമുള്ള ആളായിരിക്കണം. ഒരാളടുത്ത് ഞാൻ കാശ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, അപ്പോൾ അയാളെ വീട്ടിൽ അയാളെ പെട്ടിയിൽ ആണ് അതുള്ളത്, പക്ഷേ അയാൾ അതിൻ്റെ ഉടമയല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സക്കാത്ത് അയാൾ കൊടുക്കേണ്ടതില്ല, കാരണം അയാൾ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. എൻ്റെ കൈവശമുള്ള എൻ്റെ ധനം ഞാൻ ഭൂമി പണ്ടൊക്കെ കുഴിച്ചിടുകയാണ്, നിധി കുഴിച്ചിടുക എന്നാണ് പറയുക. ഇന്ന് ബാങ്കിൽ കൊണ്ടുപോയി വെക്കലാണ്. അങ്ങനെയുള്ള ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഉടമാവകാശം ഉള്ളതാണ്, പക്ഷെ അതിന് പൂർണ്ണ ഉടമാവകാശം എന്നതുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ, അയാളുടെ ഉടമസ്ഥതയിൽ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ രൂപത്തിൽ അയാളുടെ പൂർണ്ണ ഉടമസ്ഥതയിൽ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ അത് കുഴിച്ചിട്ടൊരു മുതൽ എവിടെയാണെന്ന് അറിയില്ല. അന്ന് സ്വർണ്ണ നാണയങ്ങളാണല്ലോ, ഒരു കൂജലാക്കി കുഴിച്ചിട്ടു, പക്ഷെ എവിടെയെന്ന് അറിയില്ല, മറന്നുപോയി. അപ്പോൾ അവിടെ ഉടമാവകാശം ഇല്ലാത്ത പ്രശ്നമില്ല, പക്ഷേ അയാൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല അതുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട്. ഇന്ന് നഷ്ടപ്പെട്ടു പോയ, അപ്പോൾ സ്വർണം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം, കള്ളം കൊണ്ടുപോയി അയാൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ അറിയാമെന്നല്ലാതെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതും അതിലാണ് പെടുക. ചിലപ്പോൾ പള്ളിയുടെ വഖഫ് സ്വത്തുകൾ ഉണ്ട്. ഒരാൾ വഖഫ് ചെയ്ത പറമ്പ്, അതിന് ഇഷ്ടംപോലെ വിളവ് ലഭിക്കുന്ന പറമ്പാണ്, കൃഷി ചെയ്യുന്ന പറമ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ പറമ്പ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊന്നും അയാൾക്കുള്ളതല്ല. അപ്പോൾ അത് അയാൾക്ക് ആ പറമ്പിൻ്റെ ഉടമാവകാശമേ ഉള്ളൂ, വരുമാനത്തിൻ്റെ ഉടമാവകാശമില്ല. അത് മഹല്ലിനാണ്. പൂർണ്ണമായ ഉടമസ്ഥാവകാശമുള്ള ധനമായിരിക്കുക എന്നതാണ് അതിന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന അതാണ്. രണ്ടാമത്തെ നിബന്ധന, ഇത് നിസാബ് തികയണം. അഥവാ ഒരു ധനത്തിന് സക്കാത്ത് നിർബന്ധമാകുന്ന മിനിമം പരിധിക്കാണ് നിസാബ് എന്ന് പറയാം. ഈ നിസാബ് തികയേണ്ട സക്കാത്തിൻ്റെ ഇനങ്ങളും ആ കൂട്ടത്തിൽ നമുക്കും പറയാം. ഒന്ന് സ്വർണവും വെള്ളിയാണ്. റസൂലിൻ്റെ കാലത്ത് ദീനാർ ദിർഹം എന്നാ പറയാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാനത് ലക മിഅത്താ ദിർഹമിൻ ഫഹാല അലൈഹൽ ഹൗലു ഫഫീഹാ ഖംസത്തു ദറാഹിമ. ഈ 2.5% എന്ന് വന്ന് എവിടെ നിന്നാണ് ആളുകൾ ഇങ്ങനെ സംശയിക്കും. ഇത് 2.5% എന്ന് റസൂൽ പറയില്ലല്ലോ. റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇദാ കാനത് ലക മിഅത്താ ദിർഹമിൻ ഫഹാല അലൈഹൽ ഹൗൽ ഫഫീഹാ ഖംസത്തു ദറാഹിമ. നിൻ്റെ കൈവശം 200 ദിർഹം ഉണ്ടാവുകയും ആ 200 ദിർഹമിന് ഒരു വർഷം പൂർത്തിയാവുകയും ചെയ്താൽ അതിന് 5 ദിർഹം സക്കാത്ത് കൊടുക്കണം. സ്വർണ്ണത്തെ പറ്റിയും പറയുന്നത്, ഫൈൻ കാനത്തിലക്ക ഇസ്റൂന ദീനാറൻ ഫഹാല അലൈഹൽ ഹൗൽ ഫഫീഹ നിസ്ഫു ദീനാർ. 20 ദീനാർ ഉണ്ടായാൽ അതിൻ്റെ ഒരു വർഷം പൂർത്തിയായാൽ അതിൽ നിന്ന് 1/2 ദീനാർ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നിസാബ്, വെള്ളിയുടെ നിസാബ് 200 ദിർഹമിന് 5 ദിർഹം, 20 ദീനാറിന് 1/2 ദീനാർ. ഇത് ആധുനിക കാലത്ത് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് ദീനാറും ദിർഹമൊക്കെ തൂക്കി നോക്കിയപ്പോൾ, ആ കാലത്തുള്ള ദീനാർ ദിർഹമൊക്കെ തൂക്കി നോക്കിയപ്പോൾ 20 ദീനാറിൻ്റെ തൂക്കം 85 ഗ്രാം ആണെങ്കിൽ 200 ദിർഹമിൻ്റെ തൂക്കമായിട്ട് കിട്ടിയത് 595 ഗ്രാം വെള്ളിയാണ്. ദീനാർ എന്നത് സ്വർണ്ണ നാണയവും ദിർഹം എന്നത് വെള്ളി നാണയവും. അപ്പോൾ അതുകൊണ്ട് 85 ഗ്രാം സ്വർണം ഉണ്ടായാൽ, അത് ദീനാർ ഉണ്ടായാൽ
അതിൽ നിന്ന് അര ദീനാർ കൊടുക്കണം എന്ന് പറഞ്ഞത്. അതിന് സാധാരണ എളുപ്പത്തിന് പഴയ കാലത്തെ കളിൽ 40-ൽ 1 എന്നാണ്. 40-ൽ 1 2% എന്ന് പറയുന്നത്. വെള്ളിയും അങ്ങനെ തന്നെ 2.5%. അതെ, 2.5%. അന്ന് ഈ പറഞ്ഞ ഇപ്പോൾ ഈ 20 ദിനാർ എന്ന് പറയുന്നതും 595 ഗ്രാം വെള്ളി എന്ന് പറയുന്നതും ഒരേ വിലയിലൊന്നായിരുന്നു, ഒരേ വിലയായിരുന്നു. അതായത് ഒരു ആടിനെ വാങ്ങിക്കാൻ 1 ദീനാർ കൊടുത്താൽ ഒരു ആടിനെ കിട്ടുമെങ്കിൽ, ദീനാറിനേക്കാളും കൊണ്ട് 10 ദിർഹം കൊടുത്താലാണ് കിട്ടുക. എന്നുവെച്ചാൽ 1 ദീനാർ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന സാധനത്തിന് 10 ദിർഹം കൊടുത്താൽ വാങ്ങിക്കാം. അപ്പോൾ അത് തമ്മിലുള്ള അനുപാതം അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ആ ഹദീസ് പറഞ്ഞ വളരെ ക്ലിയറാണ്. 20 ദീനാറുള്ള എൻ്റെ കയ്യിൽ ഇപ്പോൾ 20 ദീനാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 200 ദിർഹമുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരേ സാമ്പത്തിക ലെവലുള്ളവരാണ്. ഇന്നത് മാറി. ഇന്നിപ്പോൾ 1 ലക്ഷം രൂപ ഒരു പവന്, പിന്നെ ഒരു 590 ഗ്രാം വെള്ളിക്ക് എത്ര വരുന്നത്? ഏതാണ്ട് 1,66,000 ചില്ലാനം വരും. ഇത് 280 ഗ്രാമിന് വരിക. എന്ന് വെച്ചാൽ 1.5 ലക്ഷത്തിൻ്റെ മേലെ വരുന്നു. അതേസമയം 85 ഗ്രാം സ്വർണത്തിന് 10 ലക്ഷത്തിന് മേലെ വരും. 12 ലക്ഷത്തിൻ്റെ മേലെ വരും. അപ്പോൾ അന്ന് 1:10 എന്നത് അപ്പോൾ ഇന്ന് 1:100 അതിലും മേലെയാകണം. ഇത് അതിലുള്ള എന്താ വെച്ചാൽ റസൂലിന്റെ കാലത്ത് ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തും തന്നെ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നബിയുടെ കാലത്ത് ഇങ്ങനെ 1 ദീനാർ എന്ന് പറഞ്ഞാൽ 10 ദിർഹം എന്ന സ്വഭാവത്തിലാണ് ഉണ്ടായിരുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലമാകുമ്പോൾ അത് ചെറിയ 1 ദീനാർ എന്ന് പറഞ്ഞാൽ 12 ദിർഹം എന്നതിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമാകുമ്പോൾ അത് വീണ്ടും റസൂലിന്റെ കാലത്തിനേക്കാളും ഫില്ലത്തിന്, സിൽവറിന് കൂടിയിട്ടുണ്ട്. ഒരു ദീനാറിന് 8 ദിർഹം എന്നതിലേക്ക് വന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ ഉണ്ട്. ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇടയിലുള്ള വേരിയേഷൻ, ഈ വ്യത്യാസം ഭീകരമായി വർദ്ധിച്ചു. 1:10 എന്നത് മുൻകാലത്തുണ്ടായിരുന്ന അനുപാതത്തിൽ നിന്ന് മാറി 1:100 എന്നായപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാവുകയും, ഏതിനെ മാനദണ്ഡമാക്കിയിട്ടാണ് ഇന്നത്തെ കറൻസി, അന്ന് ദീനാറും ദിർഹമും സ്വർണ്ണ നാണയം വെള്ളി നാണയം ഇന്നതില്ല. ഇന്ന് കോയിൻസുകളും കറൻസികളൊന്നും സ്വർണ്ണമല്ല, കടലാസുകളാണ് കറൻസികൾ. പിന്നെ കോയിൻസ് ആണെങ്കിൽ ചെമ്പും പിച്ചളയും ഒക്കെ ഉള്ളത്. അപ്പോൾ എത്ര പണം ഉണ്ടായാലാണ് ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥ വരിക എന്നതിനെ സംബന്ധിച്ച് 2 വീക്ഷണമാണ് മുസ്ലിം ലോകത്തുള്ളത്. ഇന്ന് സ്വർണ്ണമാണ് ബേസ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ പ്രമുഖരായ പണ്ഡിതന്മാർ ഉൾപ്പെടെ ഇന്നത്തെ ഈ സ്വർണത്തിൻ്റെ അസാധാരണമായ വ്യത്യാസം കണക്കിലെടുത്തുകൊണ്ട് വെള്ളി 595 ഗ്രാം വെള്ളി, അതിന് എത്രയാണോ മാർക്കറ്റിൽ വില, ആ വിലക്ക് തുല്യമായ എമൗണ്ട് ഒരാളുടെ കൈവശം ഉണ്ടായാൽ അയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് ഫത്വ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ സ്വതക്കത്ത ഇല്ല അൻ ദഹ്രി ഗിന. ഒരാൾ ധനികനാവുമ്പോൾ ധനികനിൽ നിന്നാണ്, ധനികർക്കാണ് സക്കാത്ത്. ഒരാൾ ധനികനാവുക എന്നതാണ് ഏറ്റവും മൗലിക പ്രധാനമായത്. തുഖദു മിൻ അഗ്നിയാഹിം വ തുറദ്ദു അലാ ഫുഖറാഹിം. അവരിലെ ധനികരിൽ നിന്ന് വസൂലാക്കി അവരിലെ ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്യുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. അപ്പോൾ സക്കാത്ത് നിർബന്ധമുള്ളത് ആർക്കാ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയിൽ ഒന്നാമത്തെ മറുപടി ധനികനാണ് നിർബന്ധമുള്ളത്. ഒരാൾ ധനികനാകുന്നതിന്റെ മാനദണ്ഡങ്ങളിൽ പെട്ടതാണ് ഒരാളുടെ കയ്യിൽ നിസാബ് തികഞ്ഞ സമ്പത്ത് അയാളുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടാവുക എന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ ഷർത്ത് നിസാബ് തികയുക എന്നതായി. മൂന്നാമത്തെ ഷർത്ത് അത് ആ സമ്പത്തിനുള്ള ഷർത്തായിട്ടും പറയാം. ഖനിയാകുമ്പോൾ അയാളുടെ ഖിന എപ്പോഴാണ് വിലയിരുത്തപ്പെടുക എന്ന അർത്ഥത്തിലും പറയാം. അതായത് ഇന്ന് ഒരാളുടെ കയ്യിൽ 10 ലക്ഷം കിട്ടി, നാളെ പോയി, അപ്പോൾ അയാൾ സക്കാത്ത് കൊടുക്കണോ? അത് ശറഈയായിട്ട് കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് ആ ഹദീസ് വളരെ കൃത്യമായി. ഇദാ കാനത് ലക മിഅത്ത ദിർഹമിൻ ഫഹാല അലൈഹൽ ഹൗലു ഫഫീഹാ 5 ദറാഹിമ. 200 ദിർഹം നിൻ്റെ കൈവശം ഉണ്ടാവുകയും എന്നിട്ട് അതിന് 1 വർഷം പൂർത്തിയാവുകയും ചെയ്യുന്ന മുറക്കാണ് അതിൽ 5 ദിർഹം കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് ഹൗല് എന്ന ഷർത്ത് വരുന്നത്. ഒരാളുടെ കൈവശം നിസാബ് തികഞ്ഞ എമൗണ്ട് കൈവശം എത്തുകയും അത് അയാളുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ളതാവുകയും
എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും അയാളുടെ കൈവശം അത്രയും എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ഖനിയാണെന്നാണ്. അയാളുടെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ബാക്കിയാവുള്ളൂ. ആ കിട്ടുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ചികിത്സക്കും അദ്ദേഹത്തിൻ്റെ മക്കളെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം ഉപജീവനത്തിനും വേണ്ടിയിട്ടൊക്കെ ഭക്ഷണത്തിനും താമസത്തിനും പാർപ്പിടത്തിനും വാടകക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾക്കൊക്കെ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബാക്കിയാവില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇത്രയും എമൗണ്ട് ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ചിലവ് വേറെ ആരോ നടത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചിലവിനുള്ള വക വേറെ ലഭിച്ചു. ഇത് രണ്ട് ഏതെങ്കിലും ഒന്നാവണം. അത്രയും എമൗണ്ട് ഉണ്ടാകുന്ന ഒരാൾ അയാളോടാണ് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഖനിയ് എന്നൊരാൾ ഇസ്ലാമിക ഭാഷയിൽ ഖനിയ് എന്ന് പറയണമെങ്കിൽ അയാളുടെ കൈവശം അയാളുടെ ഉടമസ്ഥതയിൽ പൂർണ്ണ ഉടമസ്ഥതയിൽ നിസാബ് തികഞ്ഞ, എന്നിട്ട് ഒരു വർഷം പൂർത്തിയായിട്ടും അത്രയും എമൗണ്ട് ധനം അയാളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരാൾക്കാണ് സക്കാത്ത് നിർബന്ധമാവുക. ഈ വ്യക്തി കുട്ടിയാണെങ്കിലോ വാപ്പ മരിച്ചപ്പോൾ മകന് 10 ലക്ഷം ഉറുപ്പ്യ ഒരു മകന് ബാങ്ക് അക്കൗണ്ടിൽ വാപ്പാൻ്റെ അക്കൗണ്ടിൽ നിന്ന് മകന് കിട്ടിയെന്ന് വിചാരിക്കുക, അനന്തരാവകാശ വിഹിതമായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഫുഖാക്കൾ അതിനെപ്പറ്റി പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ, അതായത് ആ അനാഥകളെ സംരക്ഷിക്കുന്ന മേൽനോട്ടം വഹിക്കുന്നവർ ഈ കുട്ടികളുടെ സക്കാത്ത് കൊടുക്കണം. ഈ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ പുറമെ വേറെയും ഹദീസിൽ കാണാം, ഇത്തജിറൂബി അംവാലിൽ യതാമ ലാ തഅകുലുഹ സദഖ. അനാഥകളുടെ ക്യാഷ് നിങ്ങൾ ക്യാഷായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. അവിടെ നേരത്തെ പറഞ്ഞ സക്കാത്തിൻ്റെ സാമൂഹികമായ ആ സമ്പത്ത് ഇങ്ങനെ കറങ്ങി ഡെഡ് മണിയായിട്ട് കിടക്കാതിരിക്കാനുള്ള ഒരു ഇതും കൂടി സക്കാത്തിനുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ലാ തഅകുലുഹ, സക്കാത്ത് കൊടുത്ത് തീരരുത് ഇത്. അതുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടി അനാഥ കുട്ടിയുടെ 10 ലക്ഷം ഉറുപ്പ്യ ബാങ്കിലുണ്ടെങ്കിൽ അത് ആ കുട്ടിയെ സംരക്ഷിക്കുന്ന വലിയ വസീ എന്നൊക്കെ പറയും. അദ്ദേഹം അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വരുമാന ലാഭം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു കൊല്ലം 25,000 കൊടുക്കേണ്ടി വരും, പിന്നത്തെ കൊല്ലം അതിൻ്റെ 2.5% കൊടുക്കേണ്ടി വരും. അങ്ങനെ തീരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മജ്നൂന് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമിക നിയമങ്ങൾ ബാധകമല്ല. മജ്നൂനായ അഥവാ ഭ്രാന്തനായ ബുദ്ധിമാന്യമുള്ള ആൾക്ക് നിസ്കാരം അവർക്ക് ബാധകമല്ല, ഹജ്ജ് ബാധകമല്ല. പക്ഷേ അവരുടെ ഉടമസ്ഥതയിൽ സക്കാത്ത് നിർബന്ധമാകുന്ന നിസാബ് തികഞ്ഞ എമൗണ്ട് കാശുണ്ടെങ്കിൽ അതിന് സക്കാത്ത് നിർബന്ധമാണ്. അത് കൊടുക്കാതെ അവർ കുറ്റക്കാരാവില്ല. അവരുടെ മേൽനോട്ടം വഹിക്കുന്ന രക്ഷാകർത്താക്കൾ അവർ അതിന് ഉത്തരവാദികളായിരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ. അവരാണത് ചെയ്യേണ്ടത്. എത്രത്തോളം ഫുഖാക്കൾ പറഞ്ഞത് അവരങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മക്കൾ വലുതായി കഴിഞ്ഞാൽ അവർ ആ സക്കാത്ത് കൊടുക്കണം എന്നാണ്. കാരണം ഇത് മാലാണ്, ഹക്കു മാലാണ്, ഹക്കു ബദനല്ല. അതുകൊണ്ടാണ് സക്കാത്തിനെ സാധാരണ ഈ പറയുന്ന സക്കാത്തിനെ സക്കാത്തുൽ മാൽ എന്നും സക്കാത്തുൽ ഫിത്തറിനെ സക്കാത്തുൽ ബദൻ എന്ന് പറയുന്നത്. വ്യക്തിക്ക് ബാധകമായ നിർബന്ധമാകുന്ന സക്കാത്ത് അതാണ്. അതേസമയത്ത് ഇത് മാലിന് നിസാബ് തികഞ്ഞോ, പ്രായപൂർത്തിയല്ല നോക്കുക, സമ്പത്തിന്റെ പരിധി തികഞ്ഞോ എങ്കിൽ സക്കാത്ത് നിർബന്ധമാണ്. അപ്പൊ അത് കൊടുക്കേണ്ട ആള് ആ സമ്പത്തിന്റെ ഉടമയാണ് കൊടുക്കേണ്ടത്. അസ്ല അതാണ്. ആ സമ്പത്തിന്റെ ഉടമക്ക് അത് കൊടുക്കാനുള്ള ബോധവും പ്രായവും ആയിട്ടില്ലെങ്കിൽ അയാളുടെ രക്ഷകർത്താവ്, അയാളുടെ സമ്പത്തിന്റെ വലിയ ആരാണോ അയാളത് കൊടുക്കണം എന്നതുമാണ് ഇസ്ലാമിലെ. ഇത് സക്കാത്തിന്റെ ഈ നിബന്ധനകൾ നമ്മളിങ്ങനെ പറയുന്നത് ഒരു മുസ്ലിം സൊസൈറ്റിയിലായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നിബന്ധനകൾ പറയുമ്പോൾ ഒന്നാമതായിട്ട് പറയേണ്ട അയാൾ മുസ്ലിം ആയിരിക്കുക എന്നതാണ്. ഈ നിബന്ധന പഠിക്കുന്നതിൻ്റെ പ്രസക്തി എന്താ? അത് നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇന്നലെ വരെ മുസ്ലിം അല്ലാത്ത ഒരാൾ, സമ്പന്നനായ ഒരാൾ, ഇന്ന് അയാൾ ഇസ്ലാം സ്വീകരിച്ചു, നല്ല മുസ്ലിമായി മാറി, വലിയ സമ്പന്നനാണ്. അപ്പോൾ അയാൾ വന്ന് ചോദിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ വർഷം ഇക്കാലം വരെയും ഇത്രയും വലിയ കോടീശ്വരനായിട്ട് ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിന് കൃത്യമായ മറുപടി ഇസ്ലാമിനുണ്ട്. താങ്കൾക്കപ്പോൾ ഇസ്ലാമിക കൽപ്പന ബാധകമായ സമയമല്ല. ഇസ്ലാമിൽ സക്കാത്ത്, നോമ്പ് തുടങ്ങിയവയൊക്കെ ഒരാൾക്ക് നിർബന്ധമാവുക, അതിന് ഒന്നാമത്തെ ഷർത്ത് മുസ്ലിമായിരിക്കുക എന്നതാണ്. വേറെ ചില ആളുകൾ ഇടക്കാലത്ത് ഇസ്ലാമിൽ നിന്ന് പോകും, തെറ്റിദ്ധാരണയുടെ പേരിൽ. അങ്ങനെ ഇപ്പോൾ ഈ കാലത്ത് പല ഒന്നാണ് എനിക്ക് ഇസ്ലാം വേണ്ടാന്നൊക്കെ പറയും. ആ സംവാദം കഴിഞ്ഞ ശേഷം കുറേ ആളുകൾക്ക് വന്നൊക്കെ ഞാനത് വായിക്കും അതിൻ്റെ അടിക്കുറിപ്പിൽ. ഇന്നലെ വരെ ഞാൻ ഇസ്ലാം വേണ്ട അറിഞ്ഞു ഒഴിവാക്കി പോയതായിരുന്നു, പക്ഷേ ഇത്രയും യുക്തിഭദ്രമായൊരു ഇതൊരു മതമാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെയുള്ള കാലം വർഷങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആ കാലയളവിലുള്ള സക്കാത്ത് അയാൾ കൊടുക്കണമെന്നാണ്. കാരണം അയാൾ മുസ്ലിമായി എന്നതിന് ശേഷം ആണ് അത് സംഭവിക്കുന്നത്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് അയാൾ എത്ര കാലം കഴിഞ്ഞിട്ടാണോ ഇസ്ലാമിലേക്ക് വരുന്നത് അത്രയും കാലത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും അയാൾ സക്കാത്ത് നിർബന്ധമായി സക്കാത്ത് കൊടുക്കേണ്ട സമയത്താണ് മുർത്തദ്ദായതെങ്കിൽ
എപ്പോഴാണോ അയാൾ മടങ്ങി വരുന്നത് ആ മടങ്ങി വരുമ്പോൾ അദ്ദേഹം ആ സക്കാത്ത് കൊടുക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. അപ്പോൾ മുസ്ലിം ആയിരിക്കുക, പ്രായപൂർത്തിയും ബുലൂഗും എത്തുക എന്നത് വ്യക്തി അള്ളാഹിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യാൻ മാത്രമേ ഷർത്തായിട്ടുള്ളൂ. സക്കാത്ത് നിർബന്ധമാകാൻ അയാൾ സക്കാത്ത് ദായകൻ അഥവാ ഖനിയായാൽ മതി, അയാൾ പ്രായപൂർത്തി ബുദ്ധിയുള്ളവനും ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നിസാബ് എന്ന് പറഞ്ഞത് ഒന്നുകൂടി തിരിച്ചു വരാം ഇതിലേക്ക്. കാരണം നിസാബ് തികഞ്ഞ എമൗണ്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞല്ലോ. ഇത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മാത്രമാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊരു ഇനം കന്നുകാലികളാണ്. കന്നുകാലികൾക്ക് 40 ആടുണ്ടായാൽ ഒരാടിനെ സക്കാത്ത് കൊടുക്കണം. പിന്നെ ആ ആടുകൾ കൂടുന്നതിനനുസരിച്ച് പിന്നെ 120 ആടുണ്ടായാലാണ് രണ്ട് ആടിനെ സക്കാത്ത് കൊടുക്കേണ്ടത്. പശു ആണെങ്കിൽ 30 പശു ഉണ്ടായാലാണ് കൊടുക്കേണ്ടത്. ഒട്ടകങ്ങളാണെങ്കിൽ 5 ഒട്ടകങ്ങൾ ഉണ്ടായാൽ ഒരാടിനെ കൊടുക്കണമെന്നാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ വിശാലമായ ഈ കാർഷിക രാജ്യത്ത് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ വലിയ ഒരു കന്നുകാലി വളർത്തുന്ന അങ്ങനെ ഇതില്ലാത്തത് കൊണ്ട് അതിൻ്റെ വിശദീകരണം നമുക്ക് വിടാം. പിന്നെ അപ്പോൾ സ്വർണവും വെള്ളിയും കന്നുകാലികൾ പിന്നെ കാർഷിക വിളകളാണ്. മൊത്തം ഫിഖ് പരിശോധിച്ച് നോക്കിയാൽ കാർഷിക വിളകളുടെ നിസാബായിട്ട് പറഞ്ഞിട്ടുള്ളത് 5 വസ്കാണ്. മൊത്തം വിളകൾ എന്നല്ല പറഞ്ഞത്, ധാന്യവിളകൾ എന്ന് നമുക്ക് ആ കാലത്ത് നിന്ന് പരിശോധിച്ച് നോക്കിയാൽ പറ്റും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാർഷിക വിളകളുടെ സക്കാത്ത് എന്നുള്ള അർത്ഥത്തിൽ വസൂലാക്കിയ സംഗതികളെ പണ്ഡിതന്മാർ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റിയ വസ്തുക്കൾ കാർഷിക വിളകൾ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈത്തപ്പഴവും മുന്തിരിയുമാണ് പഴവർഗ്ഗങ്ങളിൽ വാങ്ങിച്ചിട്ടുള്ളത്. മറ്റുള്ളത് ഗോതമ്പ് പോലുള്ള ബാർലി പോലുള്ള സംഗതികളാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഹംസത്ത് ഔസുക്ക് 5 വസ്ക്. അതിന് ഈ കാലത്തെ എണ്ണത്തിൽ പറഞ്ഞ ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ 5 വസ്ക് എന്ന് പറഞ്ഞാൽ 300 സാ 300 സാ ആണ്. ഒരു സാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മുദ്ദ്. അതാണ് 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കൈക്കുമ്പിൾ ഇങ്ങനെ. അപ്പോൾ ഇത് ഇങ്ങനെ മൊത്തം അത് കണക്കൂട്ടിയിട്ട് പണ്ഡിതന്മാർ എത്തിച്ചേർന്നിട്ടുള്ളത് 653 കിലോഗ്രാം എന്നാണ്. 5 വസ്ക് എന്ന് പറഞ്ഞാൽ 653 കിലോഗ്രാം. അപ്പോൾ നെല്ല് കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ അയാൾ നെല്ല് കൊയ്ത് വിളവെടുത്ത് നെല്ല് കൊയ്ത് നെല്ല് കുത്തിയപ്പോൾ 653 കിലോ അരി കിട്ടിയാൽ അതിൻ്റെ 10% അയാൾ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഈ 653 എന്നത് ഹംസത്ത് ഔസുക്ക് എന്നതാണ് കാർഷിക വിളകളുടെ നിസാബായിട്ട് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റിസ്ക് ഇല്ലാതെ മഴ നനഞ്ഞ് അല്ലെങ്കിൽ നിലത്ത് അരുവികളുടെയും തോടുകളിലൂടെയൊക്കെ ജലസേചനം വളരെ സൗജന്യമായി ലഭിക്കുന്ന അങ്ങനെ നട്ടുണ്ടാക്കുന്ന കൃഷികളാണെങ്കിൽ 10%, അതല്ല റിസ്ക് എടുത്തിട്ട് വെള്ളം ഇലക്ട്രിസിറ്റി മോട്ടർ വെച്ചിട്ട് അടിച്ച് ഉണ്ടാക്കുന്ന ഇതാണ്, അല്ലെങ്കിൽ ആളെ നിർത്തിയിട്ട് തേവി നനക്കുന്നതാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ 5% എന്നതാണ് അതിൻ്റെ നിസാബായിട്ട് പറഞ്ഞത്. അപ്പോൾ നിസാബ് പറഞ്ഞപ്പോൾ കൊടുക്കേണ്ട അളവും കൂടി ആ കൂട്ടത്തിൽ പറഞ്ഞതാണ്. നേരത്തെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നമ്മൾ 200 ദിർഹം ഉണ്ടാകുമ്പോൾ 5 ദിർഹം എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് 2.5% എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കാർഷിക വിളകളുടേത് 10%, 5% എന്ന 2 രൂപത്തിലാണുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശതമാനം ഇപ്പോൾ മൊത്തം നോക്കിയാൽ നിധികളുടേത് 20%. ഒരു റിസ്ക്കും ഇല്ല. ഒരാൾ ഭൂമി കളച്ചപ്പോൾ അയാൾക്കൊരു കലം കിട്ടി, അതിൽ കുറച്ച് സ്വർണം കിട്ടി, ഒരു റിസ്ക്കില്ല. അതിൽ കിട്ടിയ ഉടനെ 1/5 കൊടുക്കണം, 20%. പിന്നെ ഉള്ളത് അതിൽ അളവിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം നിസാബുമായി ബന്ധപ്പെട്ട് ഉള്ളതിൽ സ്വർണത്തിൻ്റെത് 85 ഗ്രാം എന്ന് പറയുന്നത് പ്യുവർ ഗോൾഡിൻ്റെതാണ്. അത് ക്ലിയർ ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 24 ക്യാരറ്റ് സ്വർണത്തിൻ്റെതാണ് 85 ഗ്രാം. സമയത്ത് സാധാരണ നമ്മുടെ ആളുകളുടെ കൈവശമുള്ള പർച്ചേസ് ചെയ്യുന്ന ഗോൾഡ് എന്ന് പറയുന്നത് 22 ക്യാരറ്റാണ്. അപ്പോൾ അതിൻ്റെ നിസാബ് 85 ഗ്രാം അല്ല, 85 ഗ്രാമിനേക്കാൾ കുറച്ചധികം. പണ്ഡിതന്മാർ അതിനെ വ്യത്യസ്തമായ സ്വഭാവത്തിൽ 88 പോയിന്റ് സംതിങ് ചെമ്പ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള അളവിനാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ വേരിയേഷൻ ഉണ്ട്. ഒന്നത്. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഇപ്പോൾ കാർഷിക വിളകൾ കൂടി അതിലേക്ക് വന്നതോടുകൂടി ഈ ഹൗലാനുൽ ഹൗല് വർഷം തികയുക എന്ന കാര്യത്തിൽ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യത്തിൽ പ്രത്യേകിച്ചും ക്ലാരിറ്റി ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ വർഷം തികയിൽ നിർബന്ധമാണ്. ഒന്നാമത്തെ കാര്യം, ഇത് കേവലം നെസ്സുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സ്ഥാപിതമായിട്ടുള്ള ഒരു ഹുക്കുമല്ല, ഒരു വിധിയല്ല സക്കാത്തിൽ വർഷം തികയുക എന്ന് പറയുന്നത്. ഇത് ഇസ്ലാമിക സമൂഹം നൂറ്റാണ്ടുകളായി പ്രാക്ടീസ് ചെയ്തതിൽ നിന്നുകൂടി ഉണ്ടായതാണ്. കൊല്ലം തികഞ്ഞിട്ടേ സക്കാത്ത് ഈടാക്കിയിരുന്നുള്ളൂ, കൊടുത്തിരുന്നുള്ളൂ എന്നത്
ഇസ്ലാമിക ഭരണകൂടം മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത് മുതൽ സക്കാത്ത് ശേഖരിക്കുമ്പോൾ തുടർന്നു വന്ന രീതിയാണ്. വർഷത്തിൽ 2 തവണ ഒരേ മാലിന്റെ സക്കാത്ത് കൊടുക്കുന്ന രീതി ഉണ്ടായിട്ടില്ല. അപ്പൊ അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്ത്, ഒരാൾ ഒരിക്കൽ സക്കാത്ത് കൊടുത്താൽ പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടത് 1 വർഷം കഴിഞ്ഞിട്ടാണ്, സർക്കിൾ ചെയ്തതിന് ശേഷമേ വേണ്ടതുള്ളൂ എന്ന കാര്യത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആകെ അവിടെ സംശയത്തിന് ഇടയുള്ള ഒരേ ഒരു പോയിന്റ്, ആദ്യമായി നിസാബ് തികഞ്ഞാൽ അയാൾ നിസാബ് തികഞ്ഞ ഉടനെ തന്നെ സക്കാത്ത് കൊടുക്കണോ, 1 കൊല്ലം വീണ്ടും കാത്തിരിക്കണോ എന്നതാണ്. അതിന് പ്രമാണം തികഞ്ഞാൽ നമുക്ക് നേരത്തെ ഉള്ളതിന്റെ പ്രമാണം തന്നെ കിട്ടുകയുള്ളൂ. അതിൽ വർഷം തികയേണ്ടതില്ല എന്നതിന് പ്രമാണം കിട്ടുകയില്ല. ആകെ പ്രമാണം കിട്ടുക നേരത്തെ പറഞ്ഞ കാർഷികോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ യൗമ ഹസാദി എന്ന് ഖുർആനിൽ വന്നതാണ്. അത് കാർഷികോൽപ്പന്നങ്ങൾക്ക് മാത്രം ബാധകമായതാണ് എന്നത് മുഫസ്സിറുകളും ഇജ്മാഉള്ള വിഷയമാണ്, ഫുഖഹാക്കളും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു രസം എന്താ വെച്ചാൽ ഈ കാർഷിക വിളകൾ നമ്മൾ കൊയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞ് സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എത്ര കാലം ആ വിളകൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചാലും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല, ഒറ്റ പ്രാവശ്യം കൊടുത്താൽ മതി. ഇതല്ലല്ലോ. അപ്പൊ ഹൗലാനുൽ ഹൗല്, വർഷം തികയുക എന്ന് പറയുന്ന ഒരു ഷർത്തിനെ ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിന്റെ സനദ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് തള്ളാൻ പറ്റുന്ന ഒരു ഷർത്തല്ല. പണ്ഡിതന്മാർ, ഷെയ്ഖ് ഖറലാവി പോലും അതിൽ പുലർത്തിയിട്ടുള്ള സൂക്ഷ്മത എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഹദീസുകളെ വിശകലനം ചെയ്തപ്പോൾ ആ വിഷയത്തിലുള്ള ഹദീസുകൾ പലതും സനദ് കൊണ്ട് ലൈഫാണ് എന്ന് സ്ഥാപിക്കുകയും, എന്നാൽ സക്കാത്ത് കൊടുക്കേണ്ടുന്ന മാലിന്റെ ഷർത്തുകൾ എണ്ണി പറയുന്നിടത്ത് ഹൗലാനുൽ ഹൗല് പ്രത്യേകം പറയുകയും അത് ഷർത്താണ് എന്ന് വിശദീകരിക്കുകയും മെയിൻ ഹെഡിങ് കൊടുത്തിട്ട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഹദീസിന്റെ വിഷയത്തിൽ തന്നെ, ആ ഹദീസിന്റെ വിഷയത്തിൽ തന്നെ ഇബ്നു ഹസ്മ് എന്ന മഹാപണ്ഡിതൻ ആ ഹദീസിൻ്റെ സനദിൽ ഇന്ന റാവി ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം ദുർബലനാണ്, ഈ ഹദീസ് സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന് എഴുതി. പിന്നെ 2-3 പേജ് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് സുമ്മസ്തത്തിറക്കിന അന്നലിൽ ഹദീസി സനദൻ ആഖറ, ഈ ഹദീസിന് മറ്റൊരു സനദ് ഉള്ളതായിട്ട് നമുക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. ഫൽ ഹദീസു സഹീഹുൻ വൽഹംദുലില്ലാ, ഹദീസ് സഹീഹാണ്, അല്ലാഹുവിന് സ്തുതി എന്ന് പറയും. ഈ ഭാഗം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതായിരിക്കും. അതിൻ്റെ പുറമെ ഇമാം നവവി, ഇമാം ഷൗക്കാനി, ഇമാം ഇബ്നു അബ്ദുൽ ബർ, ഷെയ്ഖ് അൽബാനി വരെ ഹൗലുമായി ബന്ധപ്പെട്ട ലാ സക്കാത്ത ഫീ മാലിൻ ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ മൻ ഇസ്തഫാദ മാലൻ ഫലാ സക്കാത്ത ഫീ ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ എന്ന് തുടങ്ങിയിട്ടുള്ള റിവായത്തുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് ഇതൊക്കെ സ്വീകാര്യ യോഗ്യമാണ് എന്ന് വിധി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാരുടെ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഹൗല് വേണ്ട എന്ന് പറയുന്നവർക്ക് ഈ ഹദീസും തെളിവില്ല. അതായത് അതിനെ തള്ളുകയാണെങ്കിൽ എന്ന് വെച്ചാല് പിന്നെ നിസാബിനെ തള്ളേണ്ടി വരും, സക്കാത്തിന്റെ മിഖ്ദാറിനെ തള്ളേണ്ടി വരും. കാരണം ഒരുപാട് ഹദീസുകളിൽ സക്കാത്തിന്റെ നിസാബ് എന്താണ് എന്നും അത് കൊടുക്കണമെന്ന മിഖ്ദാർ എന്താണെന്നും ഹൗലാനുൽ ഹൗലും ഒന്നിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത് കുറെ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അതിൽ മാത്രമല്ല പ്രശ്നം, ഈ ഹൗല് പരിഗണിച്ചില്ലെങ്കിൽ, വർഷം പൂർത്തിയാക്കുക എന്നുള്ള വ്യവസ്ഥ പരിഗണിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ട്, ഞാൻ 25,000 രൂപ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷത്തിൽ എൻ്റെ കയ്യിൽ 9.25 ലക്ഷം ഉണ്ട്, അപ്പോഴും നിസാബെത്തിയ തുക എൻ്റെ അടുത്തുണ്ട്. നമ്മളിപ്പോൾ ഈ 1,60,60,000 രൂപ ആണ് വെള്ളിയുടെ നിസാബ് എന്ന് പറഞ്ഞാൽ, ഞാൻ കൊടുത്ത ആ നിമിഷത്തിന് വീണ്ടും എൻ്റെ കയ്യിൽ എന്തായി, ആ പൈസ ഉണ്ട്, അപ്പം ഞാനിത് സക്കാത്ത് കൊടുക്കണം. അടുത്ത സക്കാത്ത് കൊടുക്കേണ്ട ഇപ്പോഴത് കിട്ടൂല, വർഷം പൂർത്തിയാകാതെ. അപ്പം പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടാവും, ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം കൊടുത്താൽ മതി എന്നാവും. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, ഒരു പ്രാവശ്യം ഒരാൾക്ക് സക്കാത്ത് കൊടുത്താൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടത്. വളകൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ഞാനിപ്പോ നെല്ലിന്റെ അതിന്റെ ലാഹിറായ മാന അതാണ്, അതിന്റെ ഹക്ക് നിങ്ങൾ കൊടുക്കുക. യൗമ ഹസാദിഹി, വിളവെടുക്കുന്ന ദിവസം. അപ്പൊ ആ ദിവസം കൊടുത്താൽ ഹക്ക് തീർന്നു. ഈ സമ്പത്തിന്റെ മറ്റൊരു നിബന്ധനയായിട്ട് പണ്ഡിതന്മാർ ഫുഖാർക്ക് വെച്ചതാണ് നമാ ഉള്ള ധനമായിരിക്കണം. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. നമാ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ച എന്നാണ് നമാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുമാനമുള്ളതോ വരുമാനത്തിനുള്ളതോ വരുമാനദായകമായതോ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. അതായത് വളർച്ച 2 വിധമുണ്ട്. ഒന്ന് സ്വന്തം തന്നെ വളരുക, അതായത് ഒരു പശു പ്രസവിക്കൽ, ആ ഒരു മരം, ഒരു ചെടി വളർന്ന് വലുതായി പുഷ്പിച്ച് കായ്ച്ച് ഇതുണ്ടായാൽ, ഇതൊക്കെ സ്വയം വളരുന്നതിൻ്റെ ഉദാഹരണം. വളർച്ച അതിന് നമാ ഹഖീഖി എന്നാണ് പറയുക. നമാ തഖ്ദീരി, സാങ്കല്പിക വളർച്ച എന്ന് പറഞ്ഞാൽ ക്യാഷ് അതിൽ പെട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു 10,000 രൂപ ഉണ്ടെങ്കിൽ അത് 10,000 രൂപ പോക്കറ്റിൽ വെച്ചാൽ വളരൂലല്ലോ. പക്ഷെ അത് ഏത് സമയത്തും എനിക്ക് വിനിമയം ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ എൻ്റെ അടുത്ത്
ഒരു 10 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ പോക്കറ്റിലുള്ള കാശ് പോലെ ഞാൻ വിചാരിച്ചാൽ വിറ്റ ആളുകൾ വാങ്ങേണ്ടത് വിൽക്കലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കൃഷി ചെയ്യാത്ത വരുമാനമില്ലാത്ത ഭൂമി, ഒരാൾ താമസിക്കുന്ന വീട്, അയാൾ ഉപയോഗിക്കുന്ന വാഹനം, ഇതൊക്കെ പണ്ഡിതന്മാർ ഈ നമാ ഇല്ലാത്ത ധനത്തിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് ഹദീസിൻ്റെ തെളിവുണ്ട്. ലൈസ അലൽ മുസ്ലിമി ഫി ഫറസിഹി വല അബ്ദിഹി സ്വതക്ക എന്ന ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമാ ഇല്ലാത്ത ധനങ്ങൾക്ക് സക്കാത്തില്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഡ്രസ്സ്, എൻ്റെ വാഹനം, എൻ്റെ വീട്, അതേപോലെ തന്നെ ഞാൻ താമസിക്കുന്ന പറമ്പ്, വീടുണ്ടാക്കിയിട്ടുള്ള പറമ്പ്, ഒരു വാടകയും കിട്ടാതെ ഇങ്ങനെ ഒഴിച്ചിട്ട ബിൽഡിങ്ങുകൾ വാടക കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടതാണ്. അതിന് എനിക്കൊരു വരുമാനം കിട്ടുന്നില്ല, ചിലപ്പോൾ ടാക്സ് അങ്ങോട്ട് കൊടുക്കും വേണ്ടി വരും സർക്കാരിന്. അങ്ങനത്തേതൊന്നും അവയ്ക്ക് സക്കാത്തില്ല. അതുകൊണ്ട് കൃഷിയുടെ സക്കാത്ത് തന്നെ പറയുമ്പോൾ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭൂമിക്ക് സക്കാത്തില്ല, അതിൽ നിന്ന് ഉൽപ്പന്നത്തിന് മാത്രമേ സക്കാത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതേസമയം ഒരാളുടെ കയ്യിലുള്ള ഭൂമി വിൽക്കാൻ വേണ്ടി വെച്ച ഭൂമിയാണ്, വിൽപ്പന വസ്തു എന്ന് ഈ പറഞ്ഞ ഏത് കാര്യവും വിൽപ്പനക്ക് വെച്ചാൽ, തുണി വിൽപ്പനക്ക് വെച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതിപ്പോൾ ഒരാൾ താമസിക്കുന്ന വീട്, പുതിയ വീടുണ്ടാക്കി, ഇത് ഞാൻ താമസിക്കുന്ന വീടാണ് സക്കാത്ത്, ഇയാൾ ഇത് ഞാൻ നല്ല വില ഇട്ടാൽ വിൽക്കാൻ വേണ്ടി വെച്ചാൽ തന്നെ അതോടുകൂടി അത് സക്കാത്ത് ബാധകമാകുന്ന ധനമായി മാറി. അപ്പം നമാ ഉള്ളതായിരിക്കുക എന്നത് ഷർത്തുകളിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഉപാധിയാണ്. അപ്പം അത് പറയുമ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ സ്വർണം, ആഭരണങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വീട്ടിൽ അലമാരയിൽ വെച്ചത് ഉണ്ടാവും, ഇതിന് വളർച്ചയൊന്നുമില്ലല്ലോ, അതിങ്ങനെ ഓരോ കൊല്ലവും കുറയല്ലേ എന്നുള്ള പറയാം. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? നമാവിൻ്റെ ഉദ്ദേശം ക്ലിയർ ആക്കേണ്ടത്. നമാവ് കൊണ്ട് ഉദ്ദേശിച്ചത് പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് മാ യൻമു ഹഖീഖത്തൻ ഔ യുംകിനു നമാഉഹു, അതാണ് തഖ്ദീർ എന്ന് പറയുന്നത്. ഒന്നുകിൽ ശരിക്കും വളർച്ച ഉണ്ട്, അതിൽ നിന്ന് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വരുമാന സാധ്യതയുള്ളതിനെ ഒരാൾ വരുമാനത്തിന് തന്മീയത്തിന് അത് വളരാൻ അനുവദിക്കാതെ മാറ്റിവെച്ചാൽ അത് അയാളെ കുഴപ്പമാണ്. ആ സമ്പത്തിന് എന്തുണ്ട്? നമാഇനുള്ള ശേഷിയുണ്ട്. അതാണ് ശറഅ് പരിഗണിക്കുന്നത്. നമാഇന് ശേഷിയുള്ള എല്ലാ മാലിനും സക്കാത്ത് ബാധകമാണ്. അതല്ലെങ്കിൽ നമാഇന് ശേഷിയുള്ളതോ ശരിക്കും വളർച്ചയ്ക്ക് വളർച്ചയുള്ളതോ ആയ സമ്പത്തിനെ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരാൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് സക്കാത്തില്ലാത്തത്, ഉപയോഗിക്കുന്ന വീടിന് സക്കാത്തില്ലാത്തത്, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഭരണത്തിനും സക്കാത്തില്ല എന്ന് ഉലമാക്കളിൽ ജുംഹൂർ അഭിപ്രായപ്പെടുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഉപയോഗിക്കുന്നത് ആഭരണ രൂപത്തിലുള്ളതല്ല, അത് ഉപയോഗിക്കുന്നത്. കാരണം അത് ഉപയോഗമാണ് അതിന്റെ അടിസ്ഥാന ഉദ്ദേശം. അത് നിക്ഷേപമല്ല. എല്ലാ ആഭരണങ്ങളും എന്തല്ല, ജ്വല്ലറിക്കാരുടെ പരസ്യം അനുസരിച്ച് തന്നെ ആഭരണം ഉപയോഗിക്കാനുള്ളതല്ല. നിങ്ങൾ സ്വർണത്തിൽ നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്യുന്നത് ആഭരണക്കടക്കാരാണ്. അപ്പൊ ആഭരണം വാങ്ങി വെക്കുന്നത് നിക്ഷേപമായിട്ടാണ് എന്നത് അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഇപ്പൊ ഈ രൂപയുടെ മൂല്യം കുറയും, സ്വർണത്തിന്റെ വിലയും കൂടുന്നുണ്ട്. ഒരാളെ കയ്യിലുള്ള 1 കോടി ഉറുപ്യ കൊണ്ട് ആഭരണം വാങ്ങിയിട്ട് മൂലക്ക് വെച്ചാൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതെ, കാരണം അത് അയാളത് ഉപയോഗിക്കുന്നല്ല, അണിയാൻ വേണ്ടിയിട്ടല്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ആഭരണത്തിന്റെ സക്കാത്ത് ചിലപ്പോഴെങ്കിലും ചോദിക്കുന്നത് പുരുഷന്മാരാണ്. പുരുഷന്മാരോട് പറയേണ്ടത് അവരുടെ കയ്യിൽ ആഭരണം ഉള്ളതിന് മുഴുവൻ സക്കാത്ത് ബാധകമാണ് എന്നതാണ്. കാരണം അവർക്ക് ആഭരണം ഉപയോഗിക്കാൻ അനുവാദമില്ല. സ്ത്രീകൾക്ക് ശറഅൻ ആഭരണം ഉപയോഗിക്കാൻ അനുവാദമുള്ളത് കൊണ്ട് ആ ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ല എന്നേ ഉള്ളൂ. പുരുഷന്മാരുടെ കയ്യിൽ ആഭരണം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ കയ്യിൽ ആഭരണം സൂക്ഷിക്കുന്ന, സ്വന്തം ഉടമസ്ഥാനിൽ സൂക്ഷിക്കുന്ന പുരുഷന്മാർ അത് മോളെ കെട്ടിക്കാൻ വേണ്ടി വെച്ചാൽ എങ്ങനെ വെച്ചതാണ്, മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് വാപ്പ സ്വർണം ആഭരണങ്ങൾ വാങ്ങിച്ചിട്ട് സൂക്ഷിച്ച് വെച്ചാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് അവളെ കെട്ടിക്കുക, അപ്പോൾ ആഭരണമായിട്ട് സൂക്ഷിച്ച് വെച്ച് കാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയുമാണ് സക്കാത്തിൻ്റെ ധനത്തിനും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന വ്യക്തിക്കുമൊക്കെ വരുന്ന നിബന്ധന. അതിൽ സൂചിപ്പിക്കേണ്ട മറ്റൊരു ഷർത്തായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അസ്സലാമത്തു മിനദ്ദൈൻ, കടം ഉണ്ടാകരുത്. അപ്പോൾ ഒരാളടുത്ത് കടബാധിതൻ, കടം ബാധ്യതയായിട്ടുള്ള വ്യക്തി സക്കാത്തിൻ്റെ അർഹരിലാണ് പെടുത്തിയിട്ടുള്ളത്. വൽ ഗാരിമീന എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വാങ്ങേണ്ട ആൾ സക്കാത്ത് കൊടുക്കുന്ന ആളാക്കി മാറ്റുക എന്ന അർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയാണ്, ഒരാൾക്ക് കടമുണ്ട്, ആ കടം വീട്ടാനുള്ള വകയൊന്നും അയാളുടെ കയ്യിലില്ല. അപ്പോൾ 10 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് ഒരാൾക്ക് 10 ലക്ഷം ഉറുപ്യ കടമുണ്ട്, അയാൾക്ക് 20 ലക്ഷം ഉണ്ട്.
അപ്പം അയാൾക്ക് കടം വീട്ടാനുള്ള ഭൂമി ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കടമല്ല ഉദ്ദേശിക്കുന്നത്. കടം വീട്ടാനുള്ള, കടത്തിന് തുല്യമായി അത് വീട്ടാനുള്ള വക ഒരാളുടെ കൈവശമില്ല. അപ്പോൾ ഒരു വിദ്യാർത്ഥി പഠനാവശ്യാർത്ഥം കാശ് കടം വാങ്ങിച്ചാണ്, അല്ലെങ്കിൽ ഒരാൾ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്, വീട് ചോർന്ന് വലിക്കുന്ന വീടാണ്, അതൊന്ന് മേലെ വാർക്കാൻ വേണ്ടിയിട്ട് അയാൾ കടം വാങ്ങിച്ചതാണ്. ആ കടമൊക്കെ അയാൾ വീട്ടിൽ നിർബന്ധമാണ്. ആ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ അയാളുടെ അടിസ്ഥാന ആവശ്യമാണ്. അയാൾ കടകളിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങിച്ച് കൂട്ടിയ പോലെയല്ല താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീട്. ചികിത്സാർത്ഥം വാങ്ങിക്കുന്ന കടം, ഇങ്ങനെ ഈ കടത്തിന് എന്താ പറയുക, ദേനു ഇസ്തിഹിലാക്കിയെന്നോ അങ്ങനെ എന്തൊരു പേരുണ്ട്. പിന്നെ ദേനു ഇസ്തിഹ്മാരിയുണ്ട്. ഒരാൾ നല്ല സുഭിക്ഷമായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്, അയാൾക്ക് പല രൂപത്തിലുള്ള വരുമാനങ്ങളുണ്ട്. അതേ ആൾക്ക് കുറേ കടമുണ്ട്, പുതിയ പ്രൊജക്റ്റ് തുടങ്ങിയപ്പോൾ വാങ്ങിച്ച കടമാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്താന്നൊക്കെ പറയുന്നുണ്ടാവും അയാൾ. അത്തരം കടങ്ങളല്ല, അത്തരം കടങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പറ്റൂല. ആ ആസ്തിയാളുണ്ട്. അപ്പോൾ ആ അത്തരം കടങ്ങൾ പ്രത്യേകം. കിട്ടാനുള്ള കടമുണ്ട്. കിട്ടാനുള്ള കടം ഒരാൾ ഖനിയാകുമ്പോൾ ആ കടത്തിന് ആരാ സക്കാത്ത് കൊടുക്കേണ്ടത്? അതിനെ പണ്ഡിതന്മാർ രണ്ടായിട്ട് വീതിച്ചിരിക്കുന്നു. ദൈനുൻ മർജുവുൽ അതാവും, ദൈനുൻ ഗൈറു മർജുവിൽ അതാവും. കിട്ടും, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടമാണെങ്കിൽ കടം കൊടുത്തയാൾ അതിന് സക്കാത്ത് കൊടുക്കണം. എന്നാൽ പ്രതീക്ഷയില്ല, അങ്ങനെയുള്ള കടമാണെങ്കിൽ എപ്പോഴാണോ അത് കിട്ടുന്നത് അപ്പോൾ അതിന് സക്കാത്ത് കൊടുത്താൽ മതി എന്നതാണ് പ്രബലമായ അഭിപ്രായം. കടത്തിൻ്റെ പറയുമ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ ആളുകളുടെ കയ്യിൽ നിന്ന്, ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു ചോദ്യമാണെന്ത്, ഈ കുറിയുടെ കടം എന്ന് പറയുന്നത്, സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പം എന്താ വെച്ചാൽ കുറി ശരിക്കും കടമടപാടാണ്. ഞാൻ ഇപ്പോൾ ഒരു കുറിയിൽ ചേർന്നാൽ 20 നറുക്കുള്ള ഒരു കുറിയിൽ ഞാൻ ചേർന്നാൽ 10 നറുക്ക് കഴിയുന്നതോടുകൂടി എനിക്ക് കുറി അടിച്ചു എന്ന് വെക്കുക. അപ്പം എനിക്ക് 10 നറുക്കിൻ്റെ പൈസ എനിക്ക് കടമായിട്ട് ഇങ്ങോട്ട് കിട്ടി. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 1 ലക്ഷത്തിൻ്റെ കുറിയാണെങ്കിൽ 20 നറുക്കിൻ്റെ 20 ലക്ഷം രൂപ കുറി അടിച്ചപ്പോൾ എനിക്ക് കിട്ടി. പക്ഷേ 10 നറുക്കിൻ്റെ പൈസയെ ഞാൻ അടച്ചിട്ടുള്ളൂ. 10 ലക്ഷം ഞാൻ അടച്ചു, 10 ലക്ഷം എനിക്ക് കടമായി കിട്ടി. അപ്പം ഞാൻ ഈ 20 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നാണ്. അതിൽ 10 ലക്ഷം രൂപ അയാൾ കടമായി വാങ്ങിയ തിരിച്ചു കൊടുക്കേണ്ടുന്ന പണമാണ്. അത് അയാൾ അടുത്തൊരു 10 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ അയാൾക്ക് കിട്ടിയതിൽ 10 ലക്ഷത്തിന് എന്ന് പറഞ്ഞാൽ അയാൾ അടച്ച് തിരിച്ചു കിട്ടിയ പൈസയ്ക്ക് അയാൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇനി അതല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കാം, അയാൾ അവസാനത്തെ നറുക്കാണ് അയാൾക്ക് അടിക്കുന്നത് എന്ന് വെക്കുക. അപ്പോൾ അയാൾ ഏറ്റവും അവസാനം അയാൾക്ക് കിട്ടുന്ന പൈസ മുഴുവൻ അയാളുടേതായിരിക്കും. അപ്പോൾ അത് കിട്ടുന്നത് അയാൾ കൊടുക്കണം. അതിനിടക്കാണെങ്കിലും ഒരു 10 മാസം കഴിഞ്ഞിട്ടാണ് അയാൾ സക്കാത്ത് ഡേ വന്ന് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾ അടച്ച 10 ലക്ഷം രൂപ തിരിച്ചു കിട്ടാനുള്ളത് അയാളുടെ പണം അവിടെ കുറിയിലുണ്ട് എന്നത് കണക്കാക്കി ആ 10 ലക്ഷം രൂപ കൂടി അയാളുടെ കൈവശമുള്ള പണത്തിലേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ കൂടി സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ്. ഇപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്നത് വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ, അടവിന് വാഹനം വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ 10 വർഷം കൊണ്ടൊക്കെ അടച്ചു തീർത്താൽ മതിയാവും. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് സക്കാത്ത് വർഷത്തിൽ അയാൾ അടക്കേണ്ട കടമേ ലെസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു വർഷം ഈ വർഷം ഞാൻ വീട്ടേണ്ട എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് മാത്രമേ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതിന് സക്കാത്ത് കൊടുക്കണം. പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇപ്പൊ സാലറികളാണ് ആളുകൾ കൈപ്പറ്റുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് പെട്ടെന്ന് കഴിഞ്ഞ ഒരു വർഷം എനിക്ക് എത്രയാണ് സാലറി കിട്ടിയത് എന്നുള്ളത് കണക്ക് കിട്ടും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇതിലുള്ളൂ.